ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? അതെ, നീ തന്നെയാണ് നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ. ഈ മണ്ണ് നിന്റേതാണ്. ഈ മണ്ണിൽ നിന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഒരുമിച്ച് പാർക്കുവാൻ ഞാൻ നിനക്ക് തോട്ടങ്ങൾ നൽകി. എന്നിട്ടും അസൂയയുടെ പേരിൽ ദുരമൂർത്ത മനുഷ്യ, നീ നിന്റെ സഹോദരനെ കൊലപ്പെടുത്തി. മണ്ണിൽ നിന്റെ സഹോദരന്റെ രക്തം ഒരു കുഞ്ഞാടിന്റെ നിലവിളികൾ പോലെ എന്റെ കർണപുടങ്ങളിൽ എത്തുന്നു. കായേ, നിന്റെ സഹോദരന്റെ നിലവിളി എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ശിരസ്സറുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആടുകളെ ബലിയർപ്പിക്കുന്ന നിങ്ങളുടെ ബലിപ്പെരുന്നാളാണോ? അതോ മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത നികൃഷ്ടമായ ജന്മങ്ങളെയാണോ? ഇത് പുതിയ നൂറ്റാണ്ടാണ്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ എല്ലാവരും മാനവികതയുടെ പ്രഘോഷകരാകണം. 21 മനുഷ്യർ ശിരസ്സറുക്കപ്പെട്ട, കബന്ധങ്ങൾ ഏർപ്പെട്ട ഈ സാധു യുവാക്കൾ ജീവിക്കുവാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ലിബിയയിലേക്ക് പോയപ്പോൾ ആടുകളെ അറിയാൻ പോകുന്ന ലാഘവത്തിൽ അവരുടെ ശിരസ്സറുത്ത് നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിച്ചുവെങ്കിൽ അത് മാനവികതയല്ല, അത് കാടത്തമാണ്. മലാല എന്ന പെൺകുട്ടിയെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വെടിവെച്ചപ്പോൾ അവൾക്ക് വേണ്ടി ജാതി മതങ്ങൾക്കതീതമായി ലോകമുണർന്നില്ലേ? മലാല മുസ്ലിമല്ല, അവൾ ക്രിസ്ത്യാനിയല്ല, അവൾ ഹിന്ദുവല്ല. അവൾ മുഴുവൻ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന പാവം പെൺകുട്ടികളുടെ പ്രതീകമാണ്. റൈഹാന ജബ്ബാർ എന്ന പെൺകുട്ടി തന്നെ പീഡിപ്പിക്കുവാൻ വന്ന സർക്കാർ കുത്തി കൊലപ്പെടുത്തിയപ്പോൾ അവളെ തൂക്കുമരത്തിലെത്തിയ ന്യായാസനം ഇവിടെ അവൾക്ക് വേണ്ടി പ്രതികരിച്ചത് മുസ്ലിമല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, മനുഷ്യനാണ്. മാനവികതയുടെ, സ്നേഹമുള്ള, ധാർമ്മികതയുടെ മനുഷ്യനാണ്. ഒരിക്കൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ ശിരസ്സറുക്കുമ്പോൾ ലോകം നിങ്ങളുടെ മുമ്പിൽ 1000 ചോദ്യങ്ങൾ ഉദിക്കും. നിങ്ങളുടെ മുമ്പിൽ നീതിപീഠങ്ങൾ ഉയരും. ദൈവത്തിന്റെ സിംഹാസനങ്ങൾ, ന്യായാസനങ്ങളിൽ നിലവിളിക്കുന്ന നീതി നിഷേധിക്കപ്പെട്ട ശതകോടി മനുഷ്യരുടെ നെഞ്ചു പിളർക്കപ്പെട്ട, ശിരസ് ഛേദിക്കപ്പെട്ട നിസ്സഹായന്റെ, ദുർബലന്റെ നിലവിളി നിങ്ങൾക്കെതിരെ ഉയരും. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ, അതാണ് നിങ്ങളുടെ നരകം. ഇതാ ഈ സഹോദരങ്ങൾ രക്തസാക്ഷിത്വത്തിന്റെ പർദീസ പോകുന്നു, രക്തസാക്ഷിത്വത്തിന്റെ പർദീസ നൽകുന്നു. പറയുക, ഞങ്ങൾ രക്തസാക്ഷികൾ, ഞങ്ങൾ രക്തസാക്ഷികൾ, നീതി നിഷേധിക്കപ്പെട്ടവർ. ഞങ്ങൾക്ക് മരണമില്ല, ഞങ്ങൾക്ക് മരണമില്ല. നീതിക്ക് വേണ്ടി പോരടിക്കുന്നവരിലൂടെ ഞങ്ങൾ പുനർജനിക്കും. ഞങ്ങൾക്ക് മരണമില്ല, ഞങ്ങൾക്ക് മരണമില്ല. വരൂ പ്രവാചകരെ, ഉണരൂ. നീതിക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയരട്ടെ. യുവജനങ്ങളെ, ധർമ്മത്തിന്റെ കാഹളമാകൂ. ഒട്ടകച്ചൂരിന്റെ താഴ്വരകളിൽ വെടിമിന്നുന്ന പട്ടാള കണ്ണുകൾ, തീവ്രവാദിയുടെ പകകലക്കുന്ന മനസ്സിന്റെ ആത്മേയ തുടിപ്പുകൾ. കണ്ണുരുട്ടല്ലേ, കൊമ്പുരുട്ടല്ലേ, എന്നെ കുഞ്ഞാടിനെ പേടിപ്പിക്കല്ലേ. കണ്ണുരുട്ടല്ലേ, കൊമ്പുരുട്ടല്ലേ, എന്റെ കുഞ്ഞാടിനെ പേടിപ്പിക്കല്ലേ. പ്രിയമുള്ള
ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ? അല്ല, ആദ്യം നമ്മൾ മനുഷ്യരാണ്. ലോകത്ത് മനുഷ്യരായി, മാനവികരായി, സഹോദരത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഏതുതരത്തിലുള്ള തീവ്രവാദവും, ഏതുതരത്തിലുള്ള മതവർഗീയതയും ജാതിവർഗീയതയും ഒക്കെ ആപത്താണ്. അതൊരു ദുരന്തത്തിന്റെ, ലോകയുദ്ധത്തിന്റെ അഗ്രഹത്തിക്കുമെന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് പ്രതിജ്ഞയെടുക്കാം. തീവ്രവാദത്തിനെതിരെ, സമാധാനത്തിന് വേണ്ടി നമ്മുടെ ശബ്ദങ്ങൾ ഉയരട്ടെ, ഉയരട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് കേട്ട് വേണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് കേട്ട് വേണം. ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഈ മണ്ണ് നമ്മുടേതാണ്, ഈ ലോകം നമ്മുടേതാണ്. പരസ്പരം പോരടിക്കാതെ നമുക്ക് സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ വക്താക്കളാകാം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ മാനവികതയുടെ സന്ദേശം ഉണ്ടാകട്ടെ. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് മാനവികതയ്ക്ക് വേണ്ടിയുള്ള, ലോകത്ത് തലയറുക്കപ്പെടുന്ന, വെടിയേൽക്കുന്ന, കുത്തിക്കൊലപ്പെടുത്തപ്പെടുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടിയുള്ള നിലവിളിയാണ്. ആ നിലവിളിയുടെ ഭാഗമാകുവാൻ നമുക്കും പരിശ്രമിക്കാം. ജയ് കെ ശിവേ.